റീക്യാപ്പ് Episode-2. 10 വയസ്സ് മാത്രം പ്രായമായ അനാഥയായ ജെയിൻ അവളുടെ ആൻറ്റി മിസ്സിസ് റീഡിൻ്റെ കൂടെ ഒട്ടും സന്തോഷമില്ലാതെ ജീവിതം കഴിച്ചുകൂട്ടുന്നു. അവളുടെ കസിൻസിൽ ഏറ്റവും മുതിർന്ന ജോണുമായി അവൾ നിരന്തരം വഴക്കുകൂടുമായിരുന്നു. Episode-2. Summary English. Jane went into the next room and picked a book that was full of pictures. Then she sat behind the curtain in the window seat and started reading. Reading always made her happy and forget her troubles. Summary മലയാളം. വായന ഒത്തിരി ഇഷ്ടമായിരുന്ന ജെയിൻ അടുത്ത മുറിയിലേക്ക് പോയി. അവിടെ ഇരുന്ന ബുക്ക് കേസിൽ നിന്ന് ഒരു വലിയ ബുക്ക് എടുത്ത് ജനാലയ്ക്ക് പിന്നിൽ വിൻഡോ സീറ്റിലിരുന്ന് ആ ബുക്ക് വായിക്കാൻ തുടങ്ങി. വായന അവളെ ഒത്തിരി സന്തോഷിപ്പിച്ചു. വായന അവളെ ദുഃഖങ്ങൾ മറക്കാൻ സഹായിച്ചു. Actual story. I went into the next room. Went into. Preposition into. Here there was a bookcase full of interesting books. നമ്മളൊരു സൗകര്യം ഉണ്ടെന്ന് പറയുന്നത് there are ഇത് ഇതിനകം തന്നെ പറഞ്ഞിട്ടുണ്ട്. Is there അങ്ങനെയുള്ള കാര്യം. I chose a book. ചൂസിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ്. chose തിരഞ്ഞെടുത്തു. I chose a book which was full of pictures. I then sat behind the curtain. എവിടെ ഇരുന്നത്? behind, പിന്നിൽ. again preposition ആണ്. I sat ബിഹൈൻഡ് എന്ന് അവിടെ വാക്കില്ലെങ്കിൽ അവിടെ കണക്ട് ചെയ്യാൻ പറ്റില്ല. ഇത് പിന്നിൽ. എന്തിൻ്റെ പിന്നിൽ? കേർട്ടൻ്റെ പിന്നിൽ. കേർട്ടൻ്റെ പിന്നിൽ നിന്ന് കാണിക്കാനായിട്ട് ഐ സാറ്റ് ബിഹൈൻഡ് ദ കേർട്ടൻ ഇൻ ദ വിൻഡോ സീറ്റ്. എവിടെയാണ്? ഇൻ ദ വിൻഡോ സീറ്റല്ല, വിൻഡോ. നോബഡി കുഡ് സീ മീ. കുഡ് സീ എന്നുള്ള സീ ആണ് പ്രൈമറി വേർബ്. അതിൻ്റെ കൂടെ വേറൊരു വേർബ് ഹെൽപ്പിംഗ് വേർബാണ് കുഡ് സീ, കഴിയുക എന്നുള്ള അർത്ഥത്തിൽ. നോബഡി കുഡ് സീ മീ, ആർക്കും എന്നെ കാണാൻ കഴിയില്ലായിരുന്നു. ഇൻ മൈ വിൻഡോ സീറ്റ്. I began to read. Reading always made me happy. Reading made me forget my troubles. Suddenly I heard a shout. Where is she? It was my cousin John's voice. John was 4 years older than I. He was a lazy, greedy, cruel boy. ഇതിനകം തന്നെ നമ്മൾ ഓരോ എന്താ പറയുക നാമങ്ങളുടെ പേരിൽ നൗണിൻ്റെ അറ്റത്ത് വൈ ചേർക്കുമ്പോൾ അതിന് നാമവിശേഷണവും ആഡ്ജക്റ്റീവായിട്ട് മാറും. ഗ്രീഡി, നമ്മൾ നേരത്തെ റെയിനി, വിൻഡി, ഫ്ലഫി അങ്ങനെയുള്ള വാക്കുകളൊക്കെ നമ്മൾ ഇതിന് പറഞ്ഞിരുന്നു. എവറി ഡേ ഹി യൂസ് ടു ഹിറ്റ് മീ. യൂസ് ടു എന്നുള്ളത് ഇംഗ്ലീഷിൽ മുൻപ് ഉണ്ടായിരുന്നൊരു ശീലം. ഇപ്പോൾ അത് ഇല്ല. പണ്ട് അങ്ങനെയായിരുന്നു, മുൻപ് അങ്ങനെയായിരുന്നു. എവറി ഡേ ഹി യൂസ് ടു ഹിറ്റ് മീ. കഥ ആയതുകൊണ്ട് ഇങ്ങനെ വരുന്നു. ഹി യൂസ് ടു ചെയ്യുമായിരുന്നു. എവറി ഡേ ഹി യൂസ് ടു ഹിറ്റ് മീ. ഹി വാസ് ദ ക്രൂവലസ്റ്റ് ഓഫ് ഓൾ മൈ കസിൻസ്. ക്രൂവൽ എന്ന് പറഞ്ഞാൽ ക്രൂരനായ. ക്രൂവലർ, ക്രൂവലസ്റ്റ്. ഒന്ന് പോസിറ്റീവ്, ഒന്ന് കമ്പാരിറ്റീവ്, ഒന്ന് സൂപ്പർലേറ്റീവ്. ക്രൂവലർ, ക്രൂവലസ്റ്റ്. സോ ഹി വാസ് ദ ക്രൂവലസ്റ്റ് ഓഫ് ഓൾ മൈ കസിൻസ്. Then I heard Elisa say, she's hiding behind that curtain. എലിസ പറയുകയാണ് അവൾ എന്ത് ചെയ്യണം? ഷീസ് ഹൈഡിങ്. ഷീ ഈസ് എന്നുള്ളത് ചുരുക്കി വരുമ്പോൾ ഷീസ് ഹൈഡിങ് ബിഹൈൻഡ് ദറ്റ് കേർട്ടൻ. അവിടെ ബിഹൈൻഡ് ദ കേർട്ടൻ. കം ഔട്ട്. ഇഫ് യു ഡോണ്ട് കം ഔട്ട് ഐ വിൽ പുൾ യു ഔട്ട്. ഇതാണ് കണ്ടീഷണൽ സെൻറ്റൻസ് എന്ന് പറയുന്നത്. ഇങ്ങനെ ചെയ്യാത്ത പക്ഷം ഇങ്ങനെ ചെയ്യുന്നതാണ് നമ്മൾ. ഇഫ് യു ഡോണ്ട് കം ഔട്ട്, നീ എന്ത് ചെയ്തില്ലെങ്കിൽ, നീ പുറത്തോട്ട് വന്നില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ഐ വിൽ എന്നുള്ള ചുരുക്കി എഴുതുകൊണ്ട് ഐ വിൽ പുൾ യു ഔട്ട്, ഞാൻ നിന്നെ പുറത്തോട്ട് വലിച്ചെടുക്കും. ഇഫ് യു ഡോണ്ട് കം ഔട്ട് ഐ വിൽ പുൾ യു ഔട്ട്. ഐ കെയിം ഔട്ട് ട്രെംബ്ലിംഗ് വിത്ത് ഫിയർ. എങ്ങനെയാണ്? എന്തുകൊണ്ടാണ്? ഭയത്താൽ വിറച്ചുകൊണ്ട്. ഭയത്താൽ, ഫിയർ എന്നുള്ള ഭയം എന്നുള്ളൂ. അപ്പം നമ്മൾ മലയാളത്തിൽ പറയും ഭയത്താൽ എന്ന് പറയണ്ട, അതിനാണ് വിത്ത് ഫിയർ പ്രപ്പോസിഷൻ. ഹി വിൽ ഹിറ്റ് മീ അഗൈൻ ഐ വാസ് തിങ്കിങ്. എന്നെ അവൻ അടിക്കും, ഇനി അടിക്കും. ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. ഹീൽ എന്നുള്ളത് ചുരുക്കാണ്. ഹി വില്ലിൻ്റെ ചുരുക്കാണ് ഹി വിൽ. Question and answer session. Is there a bookcase at Gateshead? അങ്ങനെ ഉണ്ടോ? ഒരു കാര്യം ഉണ്ടോ എന്നൊക്കെ ചോദിക്കാനായിട്ട് there is there എന്നൊക്കെ വേണം.
Yes, there is. How many could see Jane in the window seat? Could see. കഴിയുക എന്നുള്ള അർത്ഥത്തിലാണ്. How many could see Jane in the window seat? Nobody could. What made Jane always happy? എന്താണ് അവൾ എപ്പോഴും ഹാപ്പി ആക്കുന്നത്? Reading did. Reading did. What made her forget her troubles? Reading did. റീഡിങ് മെയ്ഡ് എന്നാണ് നമ്മൾ നല്ല ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ് റിപ്പീറ്റേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കുന്നത്. ഹൗ ഓൾഡർ ഈസ് ജോൺ ദാൻ ജെയിൻ? ജെയിനേക്കാളും എന്ത് മൂപ്പുണ്ട്, എന്ത് പ്രായം കൂടുതലുണ്ട്? 4 years. വാട്ട് സോർട്ട് ഓഫ് എ ബോയ് ഈസ് ജോൺ? വേറെ രീതിയിൽ ചോദിക്കാം, വാട്ട് ഈസ് ജോൺ ലൈക്ക്? ഹീസ് എ ലേസി, ഗ്രീഡി ആൻഡ് ക്രൂവൽ ബോയ്. ഹൗ ഓഫൺ ഡിഡ് ഹി യൂസ് ടു ഹിറ്റ് ജെയിൻ? നമുക്ക് എത്ര നാൾ കൂടുമ്പോൾ എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കാൻ പറ്റിയ വളരെ ആവശ്യം വരുന്ന ഒന്നാണ് ഹൗ ഓഫൺ. ഹൗ ഓഫൺ എത്ര നാൾ കൂടുമ്പോൾ, എത്ര ഫ്രീക്വൻ്റ് ആയിട്ട്, എത്ര പ്രാവശ്യം. അതെ, പച്ച മലയാളത്തിൽ പറഞ്ഞ എത്ര പ്രാവശ്യം. ഹൗ ഓഫൺ, ചിലർ ഓഫ്റ്റൺ പറയും. ഹൗ ഓഫ്റ്റൺ, ഹൗ ഓഫൺ നമ്മൾ ഇവിടെ പഠിച്ചു വരുന്നത് ഓഫൺ, അതുകൊണ്ട് അങ്ങനെ പറയുന്നു. ഓഫ്റ്റൺ പറഞ്ഞു വെക്കുന്നുണ്ട്. ഹൗ ഓഫൺ ഡിഡ് ഹി യൂസ് ടു ഹിറ്റ് ജെയിൻ? ഹി യൂസ് ടു ഹിറ്റ് ഹർ എവറി ഡേ. According to John, what would he do if she didn't come out of the window? If she didn't come out of the window seat, he would pull her out. അങ്ങനെ അവൾ പുറത്തോട്ട് വന്നില്ലെന്നിരിക്കട്ടെ, അവനെന്ത് ചെയ്യും? അവൻ അവളെ പുറത്തേക്ക് വലിച്ചിഴയ്ക്കും. വാട്ട് വാസ് ജെയിൻ തിങ്കിങ് വെൻ ഷി കെയിം ഔട്ട് ഓഫ് ദി വിൻഡോ? അവൾ എന്ത് ചിന്തിക്കുന്നതിനിടയിലായിരുന്നു അവൾ വിൻഡോ സീറ്റിൽ നിന്ന് പുറത്തേക്ക് വന്നപ്പോൾ? ഷീ വാസ് തിങ്കിങ് ജോൺ വുഡ് ഹിറ്റ് ഹർ അഗൈൻ. നമ്മൾ ഇങ്ങനെ റിപ്പോർട്ടായിട്ട് പറയുമ്പോൾ വില്ലൊക്കെ ഉണ്ടെങ്കിൽ അത് വുഡാവും. പലതും അങ്ങനെ വരും. ഇപ്പോൾ ക്യാൻ അത് വുഡായിട്ട് മാറി വരും, മേ അത് മൈറ്റായിട്ട് മാറി വരും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കും. ജെയിൻ വാസ് തിങ്കിങ് ജോൺ വുഡ് ഹിറ്റ് ഹർ. Omanakuttan, a gifted blacksmith. Such a talented blacksmith he is. Sabu, a barbender, took me to this Omanakuttan some 25 years ago. At that time, he was running a smith's shop at Kadavandara, Ernakulam. Later on, he moved to Irumpanam near Tripunithura. Since I met him, I have been getting all my hand tools made by him. Being a building contractor, I have to hire his service often. Whatever tools he makes are super sturdy and elegant looking. I can order my tools on phone, and as soon as they are ready, either he delivers them himself on his scooter or I'll go and pick them up. A few months ago, as I opened a new construction site, I want to have some fresh tools made with him. So I tried to contact him on phone, but nobody was picking the phone. But later on, to my shock, my manager told me that from one of his contacts, he came to know that Omanakuttan was no more. He had died of a cardiac arrest. Whenever I pass by Irimpanam, his hometown, I think of him and I think of the wonderful tools he made for me.